നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പങ്കുവയ്ക്കാനുള്ളത്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കോടതിയിൽ നിരവധി വാർത്തകളുള്ള ഒരു ദിവസമാണ്. സുപ്രീം കോടതിയിലായും ഹൈക്കോടതിയിലായും നിരവധി വാർത്തകളുണ്ട്. ഹൈക്കോടതിയിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എത്തുന്നത് മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. സുപ്രീം കോടതിയിൽ ബിൽക്കിസ് ബാനു കേസുകളടക്കം ഇന്ന് പരിഗണനയിലുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കുട്ടിപ്പൂരം, കൗമാര കലോത്സവം ഒക്കെ ഇന്ന് അവസാനിക്കുകയാണ്. കൊല്ലോത്സവം 5 ദിവസം നീണ്ടുനിന്ന കൗമാര കലോത്സവം ഇന്ന് അവസാനിക്കുന്നു. കോഴിക്കോടാണ് നിലവിൽ മുന്നിൽ. ഇനി അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ ആര് മുന്നിലെത്തുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ വാർത്തകൾ നിരവധിയുണ്ട്. വിശദമായി നോക്കാം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രഭാത കേരളത്തിലേക്ക് വിശദമായി കടക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ. പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 223 സീറ്റുകൾ നേടിയാണ് ഹസീനയും അവാമി ലീഗും അധികാരം നിലനിർത്തിയത്. വിവരങ്ങളുമായി ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇന്നലെ തന്നെ നമുക്കിത് കാര്യങ്ങൾ ഉറപ്പായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചതിനെ തുടർന്ന് ഹസീന സ്വാഭാവികമായും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കാം. രഞ്ജിനി, ഗുഡ് മോർണിംഗ്. അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് ഉണ്ടായത്. 5ാം തവണ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാവുകയാണ്. തുടർച്ചയായ 4ാം തവണയാണ് ഷെയ്ഖ് ഹസീനയുടെ വിജയം. 2008 മുതൽ തുടർച്ചയായി ഷെയ്ഖ് ഹസീന അധികാരത്തിലുണ്ട്. ഇപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് നേടിയിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ തന്നെ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പാണ്. കാരണം മുഖ്യ പ്രതിപക്ഷമായ BNP അടക്കമുള്ള പാർട്ടികൾ ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ 40% മാത്രമായിരുന്നു ഇത്തവണത്തെ പോളിംഗ്. കഴിഞ്ഞ തവണ 80%-ലധികം പോളിംഗ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതാണ്. പക്ഷേ അതിന്റെ പകുതിയായി ഇത്തവണ ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. കാരണം പ്രതിപക്ഷ പാർട്ടികൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുക മാത്രമല്ല, വോട്ടിംഗിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കുന്ന ആഹ്വാനവും നൽകിയിരുന്നു. അത് തന്നെയാണ് പോളിംഗ് ഇത്തവണ വലിയ രീതിയിൽ കുറയാൻ കാരണം. ഏതാണ്ട് പകുതിയിലധികം പോളിംഗ് കുറയുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും 300 മണ്ഡലങ്ങളിൽ 299 മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഈ 299 മണ്ഡലങ്ങളിൽ 223 സീറ്റ് നേടിയാണ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. അതായത് 223 സീറ്റുകൾ അവാമി ലീഗ് നേടിയപ്പോൾ പ്രതിപക്ഷ പാർട്ടിയായ, അതായത് വോട്ടെടുപ്പിൽ പങ്കെടുത്ത പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ജാതീയ പാർട്ടിക്ക് 11 സീറ്റാണ് നേടാൻ കഴിഞ്ഞത്. ബംഗ്ലാദേശ് കല്യാൺ പാർട്ടി 1 സീറ്റിൽ വിജയിച്ചു. ജാതീയ സമാജ് താന്ത്രിക് പാർട്ടി 1 സീറ്റിൽ വിജയിച്ചു. വർക്കേഴ്സ് പാർട്ടി ഓഫ് ബംഗ്ലാദേശിലും 1 സീറ്റിൽ വിജയിച്ചു. സ്വതന്ത്ര 62 സീറ്റുകൾ വിജയിച്ചു. ഇങ്ങനെ 299-ൽ 223 സീറ്റുകൾ നേടിയപ്പോൾ പ്രതിപക്ഷത്തിന്റെ കണക്കാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഏതായാലും വലിയ അക്രമങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ തന്നെ അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിൽ വലിയ രീതിയിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീന വീണ്ടും 4ാമതും അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അക്രമ പരമ്പരകൾ ബംഗ്ലാദേശിൽ അരങ്ങേറിയിരുന്നു. ഏതായാലും വിജയത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിരിക്കുന്നത് ആഹ്ലാദ പ്രകടനങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന പ്രതികരണം, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശമാണ് ഇപ്പോൾ അണികൾക്ക് ഏതായാലും നൽകിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയും ഗോപാൽഗഞ്ച് 3 ഷെയ്ഖ് ഹസീനയുടെ മണ്ഡലം. അവിടെ നിന്ന് വലിയ വിജയം ഷെയ്ഖ് ഹസീനയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 2,49,000 വോട്ടുകൾ ഷെയ്ഖ് ഹസീന സ്വന്തമാക്കിയപ്പോൾ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 469 വോട്ടുകൾ മാത്രമാണ്. അങ്ങനെ
ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ 5ാം തവണ ഷെയ്ഖ് ഹസീന ഏതായാലും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന വിജയം. കാരണം ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ബംഗ്ലാദേശിന് നിലവിലുള്ളത്, ഷെയ്ഖ് ഹസീനയ്ക്കും നല്ല ബന്ധമാണ് നിലവിലുള്ളത്. ഏതായാലും 5ാം തവണ ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ അധികാരത്തിലെത്തിയിരിക്കുകയാണ്. എസ് രാകേഷ്, എന്തായാലും ഈ ഷെയ്ഖ് ഹസീന 5ാം തവണയും അധികാരത്തിലെത്തിയെന്ന് പറയുമ്പോൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന വലിയ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, വോട്ടെടുപ്പിൽ നിന്ന് ജനങ്ങൾ വിട്ടുനിൽക്കണമെന്ന ആഹ്വാനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അത് പോളിംഗിനെ വലിയ തോതിൽ ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? പ്രത്യേകിച്ചും 300 സീറ്റിൽ 233 ഷെയ്ഖ് ഹസീന വിജയിച്ചുവെന്ന് പറയുമ്പോഴും പോളിംഗ് വളരെയധികം കുറഞ്ഞിരുന്നു. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്? ഒപ്പം രാകേഷ് അവസാനം സൂചിപ്പിച്ച പോലെ 5ാം തവണ അധികാരത്തിലെത്തുമ്പോഴും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം അത് എത്രത്തോളം പ്രാധാന്യമാണ് ഷെയ്ഖ് ഹസീന വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച്? തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ തന്നെ BNP, അതായത് ഖാലിദ് സിയയുടെ പാർട്ടിയാണ്, മുൻ പ്രധാനമന്ത്രിയാണ് അവർ. നേരത്തെ തന്നെ പ്രതിപക്ഷം ഈ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. കാരണം വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇത്തരത്തിലുള്ള പ്രഖ്യാപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുമാത്രവുമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. അതായത് വോട്ടെടുപ്പ് പാർട്ടികൾ ബഹിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ജനങ്ങൾ ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം കൂടി ഈ മുഖ്യ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BNP അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. സ്വാഭാവികമായും കഴിഞ്ഞ തവണ 80% പോളിംഗ് രേഖപ്പെടുത്തിയൊരു തെരഞ്ഞെടുപ്പിൽ അത് ഇത്തവണ 40% ചുരുങ്ങി എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ നിന്ന് തന്നെ മാറി എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് 40% വോട്ടെടുപ്പ് ചുരുങ്ങിയതിൽ നിന്ന് കണക്കാക്കാൻ. ഏതായാലും ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയിരിക്കുന്നത് ജനാധിപത്യം നിലനിർത്തും, ജനാധിപത്യ പ്രക്രിയയുടെ വിജയം എന്ന് ഇന്നലെ വോട്ടെടുപ്പ് ഘട്ടത്തിൽ തന്നെ അവർ പ്രതികരിച്ചിരുന്നു. ജനാധിപത്യം നിലനിർത്തുമെന്ന് പ്രതികരണവും നടത്തിയിരുന്നു. ഏതായാലും ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന്റെ ഒരു ചരിത്രമാണ്. കാരണം 5ാം തവണ അധികാരത്തിലെത്തുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് ഷെയ്ഖ് ഹസീന. മാത്രമല്ല തുടർച്ചയായ 4ാം തവണ കൂടി വലിയ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അക്രമ പരമ്പരകളൊക്കെ തന്നെ രാജ്യത്ത് അരങ്ങേറുകയും ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് മാറ്റിവെക്കുകയൊക്കെ ചേരുന്നു. അപ്പോൾ പോലും വലിയ വിജയം ഷെയ്ഖ് ഹസീന നേടിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന. അതുകൊണ്ട് തന്നെ നയതന്ത്ര രംഗത്തും ഈ വിജയം നിർണായകമാണ്. അതാണ് സാഹചര്യം. 5ാം തവണയും ഷെയ്ഖ് ഹസീന അധികാരത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ തവണ 80% പോളിംഗ് ഉണ്ടായിരുന്ന ഇടത്ത് ഇത്തവണ 40% പോളിംഗ് ഉണ്ടായിരുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ കൊല്ലോത്സവത്തിന് കൊട്ടിക്കലാശം. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം GTechൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 896 പോയിന്റുമായി കോഴിക്കോട് മുന്നിലെത്തി. 892 പോയിന്റുമായി കണ്ണൂർ തൊട്ടുപിന്നിലുണ്ട്. 888 പോയിന്റുമായി പാലക്കാടാണ് തൊട്ടുപിന്നിൽ. 870 പോയിന്റുമായി തൃശൂർ 4ാം സ്ഥാനത്ത്. സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനമാകും. ദുഷ്പ്രഭുവേ നീ ഏറെ ഞെളിഞ്ഞാൽ ദുഷ്പ്രഭുവേ നീ ഏറെ ഞെളിഞ്ഞാൽ ക്ഷിപ്രം നിന്നെ ശപിക്കും ഞാനും. ഓടക്കുഴലു വിളിച്ചു രസിപ്പാൻ കൊള്ളാം, കുഴലു വിളിച്ചു രസിപ്പാൻ കൊള്ളാം, തോഴിയെ വിളിച്ചു നടപ്പാൻ 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 കൊള്ളാം, ചേലകൾ കട്ടു 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 നടപ്പാൻ കൊള്ളാം,
ചിലകൾ കട്ടു നടപ്പാൻ കൊള്ളാം, ചേലകൾ കട്ടു നടപ്പാൻ കൊള്ളാം, ചേലകൾ കട്ടു നടപ്പാൻ കൊള്ളാം, ചേലകൾ കട്ടു നടപ്പാൻ കൊള്ളാം, ചേലകൾ കട്ടു നടപ്പാൻ കൊള്ളാം. കലോത്സവത്തിൽ വീണ്ടും കോഴിക്കോട് മുന്നിലെത്തിയിരിക്കുന്നു. 896 പോയിന്റാണ് കോഴിക്കോടിനുള്ളത്. കണ്ണൂർ തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്തുണ്ട്. 892 പോയിന്റുമായി കണ്ണൂർ രണ്ടാം സ്ഥാനത്ത്. പാലക്കാട് 888 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും. തൃശൂർ 870 പോയിന്റുമായി നാലാം സ്ഥാനത്താണ് നിലവിലുള്ളത്. മലപ്പുറമാണ് അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. 858 പോയിന്റ് മലപ്പുറം കരസ്ഥമാക്കിയിരിക്കുന്നു. കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. കലോത്സവ വാർത്തകളിലേക്ക് വിശദമായി 7:00 എത്താം. മറ്റു വാർത്തകൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നേരത്തെ തീർപ്പ് കൽപ്പിച്ച വിഷയങ്ങളാണെങ്കിലും നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ വീണ്ടും പരിശോധന വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വകുപ്പ് സെക്രട്ടറിമാർക്കാണ് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയത്. നവകേരള സദസ്സിലെ പരാതി പരിഹാരം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം 12-ന് ചേരും. മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും തീർപ്പുണ്ടാക്കുകയും ചെയ്ത പരാതികൾ നവകേരള സദസ്സിൽ വീണ്ടും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പരിശോധനയും നടപടിയും വേണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഒരിക്കൽ തീർപ്പ് കൽപ്പിച്ചതാണെന്ന് കരുതി നവകേരളത്തിൽ ലഭിച്ച പരാതികളെ അവഗണിക്കാൻ പാടില്ല. അന്നത്തെ തീരുമാനത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാകും വീണ്ടും പരാതിയുമായി നവകേരള സദസ്സിൽ എത്തിയത്. അതുകൊണ്ട് പുതിയ പരാതികളിൽ കൃത്യമായ തീരുമാനം വേണമെന്നും സ്വീകരിച്ച നടപടി അപേക്ഷകനെ ബോധ്യപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ നവകേരള സദസ്സിലെ പരാതികൾ പരിശോധിച്ച് തീർപ്പുണ്ടാക്കണമെന്നാണ് നിർദ്ദേശം. 12-ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഓരോ വകുപ്പുകളിൽ ലഭിച്ച പരാതികളും അതിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളും പരിശോധിക്കും. തുടർ നിർദ്ദേശങ്ങളും ഉണ്ടാകും. 14 ജില്ലകളിൽ നിന്നായി 7 ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത്. ഇത് സമയബന്ധിതമായി തീർപ്പാക്കണമെന്ന സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല. ആ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിക്കുന്നത്. നേരത്തെ റവന്യൂ മന്ത്രിയും യോഗം വിളിച്ചിരുന്നു. പരാതി പരിഹാര മേൽനോട്ട ചുമതല ചീഫ് സെക്രട്ടറിക്കാണ്. ജില്ലകളിൽ കലക്ടർമാർക്കും ചുമതല നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ന്യൂസ് 18നോട്. കേന്ദ്ര നടപടി ഓരോ കേരളീയനെയും ബാധിക്കും. കേന്ദ്രം തുടർച്ചയായി ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ചെലവുകളുള്ള 1/3 മാസങ്ങളാണ് ഇനി മുന്നിലുള്ളതെന്നും കേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വല്ലാത്ത ഒരു അശനിപാതം പോലെയോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്ക് ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നിരന്തരമായി ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇതറിയാം, അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലത്തിൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാമ്പത്തികമായ പ്ലാനിങ്ങിനെയും ബാധിക്കും. ഇപ്പൊ തന്നെ വലിയ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. എന്നാലും ഇത് കിട്ടും എന്നുള്ളത് കരുതിയാണ് ഇരിക്കുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ മനയേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് സംസ്ഥാനത്തെ എല്ലാവരോടും കാണിക്കുന്ന ഒരു പൊതുവായ വൈദ്യ നിര്യാതന ബുദ്ധി പോലെ തന്നെ ഇത് പ്രവർത്തനത്തിൽ വരും. അർഹമായത് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് പിരിക്കുന്ന ടാക്സിന്റെ അംശം കേരളത്തിന് വലിയ തോതിലാണ് കുറവ് കിട്ടുന്നത്, അവർ തരേണ്ടത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുക്കുന്നത്. കണക്കുകളെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അത് വല്ലാത്തൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. നവകേരള സദസ്സ് സംബന്ധിച്ച് വന്ന പരാതികൾ 2-3 തരം പരാതികളുണ്ട്. ക്വിക്കായിട്ട് എടുക്കേണ്ടതുണ്ട്, ചിലത് കുറച്ച് സമയമെടുക്കും. ചില പരാതികൾ നോക്കിയിട്ട് വളരെ ലോങ് പെൻഡിംഗ് ആയി കിടക്കുന്ന കാര്യങ്ങളാണ്. അതനുസരിച്ച് നോക്കിയാലേ പറ്റൂ. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ഓരോന്നിനും വ്യത്യസ്തമായ സമയമെടുത്തിട്ടാണ് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും പരമാവധി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതിന് യാതൊരു തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ക്രമക്കേട് ആരോപിച്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 1-ാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി നേരത്തെ ലോകായുക്ത തള്ളിയിരുന്നു. ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരനായ RS ശശികുമാർ നൽകിയ ഹർജിയാണ്
ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. പരാതിക്ക് നിയമസാധുതയില്ലെന്നായിരുന്നു ലോകായുക്ത വിധി. ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുറത്തുനിന്നുള്ളവരെ ചാൻസലർ തിരികെ കയറ്റിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ സെനറ്റ് അംഗങ്ങളുടെ നിയമനവും തുടർ നടപടികളും റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. മാധ്യമപ്രവർത്തകനായ പി വി കുട്ടൻ, വ്യവസായി ദാമോദരൻ അവണൂർ എന്നിവരാണ് ഹർജിക്കാർ. ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് CP അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. സിറോ മലബാർ സഭ സിനഡിന് ഇന്ന് തുടക്കമാകും. സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുകയാണ് സിനഡിന്റെ പ്രധാന അജണ്ട. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഉടൻ പരിഹരിക്കേണ്ടി വരിക. സിറോ മലബാർ സഭയ്ക്ക് കീഴിലുള്ള 53 ബിഷപ്പുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. രണ്ടാം ദിനമായിരിക്കും പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടെത്താനുള്ള നടപടികൾ ഉണ്ടാവുക. ആരോപണത്തിന് അതീതനും സമവായത്തിലൂടെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അൽമായ മുന്നേറ്റം യോഗം അഭിപ്രായപ്പെട്ടത്. ജനുവരി 13-ന് സിനഡ് സമാപിക്കും. പ്രിയ വർഗീസിന്റെ നിയമനം സംബന്ധിച്ച് കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പ്രിയ വർഗീസിന്റെ നിയമനത്തിൽ UGC വാദങ്ങളെ എതിർത്ത് കണ്ണൂർ സർവകലാശാല കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടവിരുദ്ധമല്ല എന്നാണ് സത്യവാങ്മൂലത്തിലൂടെ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ UGCയും രണ്ടാം റാങ്കുകാരനായ ജോസഫ് സ്കറിയയും സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് സർവകലാശാല രജിസ്ട്രാർ നിലപാടറിയിച്ചത്. മുഴുവൻ സമയ PhD കാലയളവും സർവീസായി പരിഗണിച്ചത് UGC റെഗുലേഷന് ഘടകവിരുദ്ധമാണെന്നും സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കും. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ നടൻ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് നിലപാട് തേടി. നടക്കാവ് പോലീസ് ഇന്ന് നിലപാട് അറിയിക്കും. മാധ്യമപ്രവർത്തകയ്ക്കും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കൊലപാതക മാനഭംഗ കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 11 പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്ത് ഇരയായ ബിൽക്കിസ് ബാനു അടക്കം നൽകിയ ഹർജികളിൽ സുപ്രീംകോടതി വിധി പറയും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPക്കും കേന്ദ്ര സർക്കാരിനും നിർണായകമാണ് കേസിന്റെ വിധി. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഒക്ടോബർ 12-ന് വിചാരണ പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയിരുന്നു. 2022-ലാണ് 14 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചതും നല്ല നടപ്പ് പരിഗണിച്ചും ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് സർക്കാർ ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ചത്. ഇതിനെതിരെ നിരവധി പൊതുതാൽപര്യ ഹർജികളാണ് ആദ്യം സുപ്രീം കോടതിയിൽ വന്നത്. പിന്നീട് ബിൽക്കിസ് ബാനുവും ഹർജി നൽകി. തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ ക്രൂര കുറ്റകൃത്യങ്ങൾ ചെയ്ത തടവുകാരെ മോചിപ്പിച്ചത് മാനസികാഘാതമുണ്ടാക്കിയെന്ന് ബിൽക്കിസ് ബാനു വാദിച്ചു. വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭക്തി. എല്ലാ ആരാധനകളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില വിശ്വാസങ്ങൾ ഭക്തിയുള്ളവർക്കും ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ഒരു കൗതുക വാർത്ത ശബരിമലയിൽ നിന്നുമുണ്ട്. ഇത് വിഷ്ണുഗോപാൽ V. തിരുവിതാംകൂർ ദേവസ്വത്തിലെ താത്കാലിക ജീവനക്കാരനാണ്. വിതുര സ്വദേശിയാണ്. കരാർ വ്യവസ്ഥയിലാണ് നിയമനം ലഭിച്ചത്. മുമ്പ് ജോലി ചെയ്തത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. ഇനിയുള്ള കാര്യം ഞങ്ങൾ പറയുന്നില്ല. അനുഭവമെല്ലാം അനുഭവസ്ഥനും ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും പറയും. ജന്മന ലേഡീസിന്റെ ശബ്ദം വരുന്നു. പിന്നീട് ഇവിടെ മണിമണ്ഡപത്തിൽ വന്ന ശേഷമാണ് നല്ല ശബ്ദം കിട്ടിയത്, നല്ല ശബ്ദം റെഡിയായത്. പിന്നെ പല പല ആശുപത്രികൾ ചെന്ന് കൊണ്ട് കാണിച്ചപ്പോൾ ശബ്ദം നല്ല ശബ്ദമില്ലായിരുന്നു. പിന്നെ മേൽശാന്തി ചെന്ന് കണ്ട് പിന്നെ പ്രാർത്ഥിച്ചു. അയ്യപ്പൻ്റെ എല്ലാ ശക്തിയും ഒരു വിശ്വാസം തന്നെയാണ്. ദിവസം അദ്ദേഹം പൂജകളിലും ഒക്കെ ഞാൻ പങ്കെടുക്കുന്ന കാണാറുണ്ട്. ദിവസം വളരെ ആത്മാർത്ഥയോടെ പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്നോട് ഇപ്പോൾ വന്നിട്ടാണ് പറഞ്ഞത്, തിരുമേനി നല്ല എനിക്കത് ശബ്ദം പഴയ പോലെ കിട്ടി, ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു വന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നി. സ്വാമി ശരണം. ഭഗവാനുണ്ട് ഇവിടെ, സത്യമാണ്, ഭഗവാനുണ്ട് ഈ മണ്ണിൽ. അതിന്റെ തെളിവാണിത്. അമ്മക്ക് സത്യമുണ്ട്, ഉറപ്പ് തെളിവാണിത്. ദൈവം അനുഗ്രഹിച്ചവനെ നമ്മൾ നേരിട്ട് കണ്ട അനുഭവം
അറിഞ്ഞ ആൾക്കാരാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഈ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരിട്ട് കാണുമല്ലേ, അപ്പം പെട്ടെന്ന് സൗണ്ട് മാറുമെന്ന് പറയുമ്പോൾ അത് അതിശയം തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അങ്ങനെയുമാകാം. ന്യൂസ് 18 സന്നിധാനം. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നും ആദ്യം ക്ഷണം ലഭിച്ചത് അമൃതാനന്ദമയിക്കാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് അമൃതാനന്ദമയിക്ക് ക്ഷണപത്രം നൽകിയത്. ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ട്രഷറർ ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് പ്രവേശനം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുക. അങ്ങനെ ക്ഷണിക്കപ്പെട്ടവരിലെ 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണ് രാമനും സീതയും. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ രാമന്റെയും സീതയുടെയും മുഖമായി ഇപ്പോഴും നിലകൊള്ളുന്നവരാണ് ക്ഷണിക്കപ്പെട്ടവരിലെ ഈ സ്പെഷ്യൽ ഗസ്റ്റുകൾ. അരുൺ ഗോവിലും ദീപിക ചിഖാലിയയും. രാമാനന്ദ് സാഗർ 36 വർഷം മുൻപ് സംവിധാനം ചെയ്ത രാമായണത്തിൽ രാമനും സീതയുമായി അരങ്ങിലെത്തിയവർ. 22-ന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചരിത്ര നിമിഷമാണെന്നും അതിൽ പങ്കെടുക്കാനാകുന്നത് ജീവിതത്തിലെ അഭിമാന നിമിഷമെന്നും ദീപിക ചിഖാലിയ പറയുന്നു. സീതയായി വേഷമിടാൻ കഴിഞ്ഞത് ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹമായിരുന്നു. സീതയായി ഒരുപാട് പേർ വേഷമിട്ടിട്ടുണ്ടെങ്കിലും തന്നെ പലരും ഇപ്പോഴും സീതയായി ഓർക്കുന്നതിൽ സന്തോഷിക്കുകയാണ് ദീപിക. ചടങ്ങിനായി ലഭിച്ച ക്ഷണക്കത്തിൽ സീതയെന്ന് അഭിസംബോധന ചെയ്തതിലെ സന്തോഷവും ദീപിക പങ്കുവയ്ക്കുന്നു. രാമന് അയോധ്യയിൽ ക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ ദീപികയ്ക്ക് ഒരു സങ്കടം മാത്രം. ക്ഷേത്രത്തിൽ രാമനൊപ്പം സീതാദേവിയില്ല. ക്ഷേത്രത്തിൽ രാമവിഗ്രഹത്തിനൊപ്പം സീതാദേവിയുടെ വിഗ്രഹവും സ്ഥാപിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിക്കുകയാണ് രാമായണത്തിലെ സീത. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ ആശങ്കയുമായി ചേരനെല്ലൂർ നിവാസികൾ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവീസ് റോഡിന്റെ വീതി കുറച്ചുള്ള നിർമ്മാണവും അശാസ്ത്രീയ കാനന നിർമ്മാണവുമാണ് നടക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവരുടെ ആരോപണം. വരാപ്പുഴ പാലം മുതൽ ഇടപ്പള്ളി റെയിൽവേ മേൽപ്പാലം വരെയാണ് ചേരാനെല്ലൂർ പഞ്ചായത്ത് കടന്നുപോകുന്നത്. ദേശീയപാതയിലെ സ്പീഡ് ട്രാക്കിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി പഞ്ചായത്തിന് നൽകിയിട്ടില്ല. 7.5 മീറ്റർ വീതിയിലാണ് സർവീസ് റോഡുകൾ നിർമ്മിക്കുക എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഭൂരിഭാഗം ഇടങ്ങളിലും 3.5 മുതൽ 5.5 മീറ്റർ വരെയാണ് വീതി. ബസ്സുകൾ ഉൾപ്പെടെ കടന്നുപോകാൻ ബുദ്ധിമുട്ടും. പ്രദേശവാസികളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത ദേശീയപാത അധികൃതരുടെ നടപടിയിൽ ആശങ്കയുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേഷ് പറഞ്ഞു. ഇപ്പൊ ദേശീയപാതയുടെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 7.25 മീറ്റർ സർവീസ് റോഡാണ്. അതുപോലെ തന്നെ 1.5 മീറ്റർ കാനയും അതേപോലെ തന്നെ 1.5 മീറ്റർ ഫുട്പാത്തുമാണ്. ഇപ്പൊ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാന ഉൾപ്പെടെ 5.5 മീറ്റർ മാത്രമാണ്. അപ്പൊ ഈ 5.5 മീറ്റർ സർവീസ് റോഡ് ഇവിടെ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ദേശീയപാത അധികൃതർ. എങ്ങനെ ഇതിലെ ഒരു ബസ് പോകും? ഒരു ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തിയ എങ്ങനെ 5.5 മീറ്ററിൽ വണ്ടികൾ പോകും? എല്ലാ വണ്ടികളും ഈ ബസിന്റെ പുറകെ സഞ്ചരിക്കേണ്ട ഒരു ദുരവസ്ഥ ഇവിടെ നാളെ വന്നു ചേരും. അപ്പൊ 7.25 മീറ്റർ സർവീസ് റോഡ് വാഗ്ദാനം ചെയ്തിട്ട് 5.5 മീറ്ററിൽ ഇവര് ഏകപക്ഷീയമായിട്ട് നിർമ്മാണം നടത്തി പോകുന്നൊരു സാഹചര്യമാണ്. ട്രാൻസ്ഫോമർ മാറ്റാൻ കാലതാമസമുണ്ടായതോടെ അലൈൻമെന്റ് മാറ്റി S മോഡൽ വളച്ചാണ് കാന നിർമ്മിച്ചത്. ചിലയിടങ്ങളിൽ കാനയുടെ ഉയരം വീടിന്റെ സൺഷെയ്ഡ് വരെയാണ്. വീട്ടുകാർ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 7.25 മീറ്റർ സർവീസ് റോഡ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള വർക്ക് ഇവിടെ കാണുന്നില്ല. 4.5 മീറ്ററും 5.5 മീറ്ററും പല ഭാഗത്തും കുന്നമ്പ്രം റമസ്ഥാനം മുതൽ നമ്മുടെ വരാപ്പുഴ പാലം വരെ നമുക്ക് ഇവിടെ വർക്കിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത് ഇത്ര മീറ്ററിലാണ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ DPR എടുത്തു, ഇതെല്ലാം കാണിച്ചു.
അതിനനുസരിച്ചുള്ള വർക്ക് നടത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ വികസനത്തിന് എതിരല്ല. പക്ഷെ നാട്ടുകാർക്ക് സർവീസ് റോഡ് ഉപകാരപ്രദമായിരിക്കണം എന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. നിർമ്മാണം നിരീക്ഷിക്കാൻ ദേശീയപാത അധികൃതർ ആരും എത്തിയിട്ടില്ല എന്നതാണ് പരാതി. മന്ത്രി, കളക്ടർ, MLA എന്നിവർക്കുൾപ്പെടെ പലതവണ പരാതി നൽകിയിട്ടും പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബിന്റെ സ്പിൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്ത് ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ. മലയാളി താരം സഞ്ജു സാംസൺ മികച്ച കളിക്കാരനാണെന്നും സഞ്ജുവിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുമെന്നും പറഞ്ഞ മുത്തയ്യ കേരളത്തിന്റെ IPL ടീമായ കൊച്ചി ടസ്കേഴ്സ് ഇല്ലാതായത് നിർഭാഗ്യകരമെന്നും കൊച്ചിയിൽ പറഞ്ഞു. കൊച്ചി ടസ്കേഴ്സിനെ പോലൊരു IPL ടീമിനായി കേരളം ഇനിയും ശ്രമങ്ങൾ നടത്തണം. IPL ടീം കേരളത്തിനുണ്ടെങ്കിൽ കൂടുതൽ യുവ പ്രതിഭകളെ വാർത്തെടുക്കാനാകും. കൊച്ചി ടസ്കേഴ്സ് നല്ല അനുഭവമായിരുന്നുവെന്നും ടീമിലെ പ്രധാന താരമായിരുന്ന മുത്തയ്യ മുരളീധരൻ. സഞ്ജു സാംസൺ മികച്ച താരമാണ്. ഇനിയും ധാരാളം അവസരങ്ങളുണ്ട്. അവസരങ്ങൾ നന്നായി വിനിയോഗിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രിക്കറ്റ് ആരാധകരായ പുതുതലമുറയുമായി മുത്തയ്യ മുരളീധരൻ സംവദിച്ചു. സംസ്ഥാനത്തെ യുവ സ്പിന്നർമാർക്കായി TCC ആരംഭിക്കുന്ന സ്പിൻ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും മുത്തയ്യ നിർവഹിച്ചു. തൃപ്പൂണിത്തുറ പാലസ് ഓവർ മൈതാനത്ത് മുത്തയ്യ മുരളീധരൻ മാന്ത്രിക സ്പിന്നുകൾ ഒരിക്കൽ കൂടി എറിഞ്ഞു. ന്യൂസ് 18 കൊച്ചി.